എൻ്റെ കൂടെ 2 ഭഗവതി ഉണ്ട്. ഇടത് ഭാഗത്ത് കാളിയും വലത് ഭാഗത്ത് ബാലയും, അങ്ങനെയാണ് ഉള്ളത്. ശംഖ് വിളിക്കുന്ന ശബ്ദം കേൾക്കുക 3 മണിയാകുമ്പോൾ, ഉച്ചയ്ക്ക് 3 മണിക്ക്. ഞാൻ അവിടെ എത്തുന്ന സമയം 3 മണിയാണ്. ഇറങ്ങണ സമയം വണ്ടിയിൽ നിന്ന് ഇങ്ങനെ കാല് വെക്കണ സമയം ശംഖ് വിളിക്കുന്ന ശബ്ദം കേൾക്കുക. അപ്പോൾ ഇതിനിങ്ങനെ ആവാഹിച്ചിട്ട് ഞാനിങ്ങനെ നിന്നതും ഞാൻ ഇങ്ങനെ വീഴുന്നത് ഇവർ ആർക്കും പിടിക്കാൻ പറ്റില്ല. ഞാൻ വീഴുകയാണെന്ന് എനിക്കും അറിയുന്നു. പക്ഷെ വീഴുമ്പോൾ എന്നെ വളരെ പതിയെ ഇങ്ങനെ കൊണ്ടുപോയി എൻ്റെ കൈ ഇങ്ങനെ താകി എടുക്കുന്ന ഒരു ഫീല് എനിക്കുണ്ടായി. അപ്പോൾ ഇവരാരും എന്നെ പിടിച്ചിട്ടില്ല, ഇവർക്ക് ആർക്കും എന്നെ തൊടാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ അവിടെ ഈ പനയിലിരുന്നിരുന്നു കരിനീലി അമ്മ. ടാരോ എന്നുള്ളൊരു അതിബൃഹത്തായ പദ്ധതി, ജ്യോതിഷത്തിനേക്കാളും ഉപരി കയറി വന്ന എനർജി ആരുടെയായിരുന്നു? 2ാമത്തെ മോളുടെ. എനിക്കറിയാത്ത കാര്യത്തിന് ഗൈഡൻസ് കൊടുക്കുമ്പോഴാണ് ടാരോ അവിടെ പൂർത്തീകരിക്കുന്നത്. ഞാൻ ജീവിതം എന്താണെന്ന് അറിഞ്ഞൊരു വ്യക്തിയാണ്. എന്നെ ഈ കാണുന്ന ഞാനൊന്നല്ല, യഥാർത്ഥ ഞാൻ. വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ അസൽ കമ്മ്യൂണിസ്റ്റ് ഇറങ്ങും. സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് ആ പാർട്ടിയിൽ നിൽക്കണമെങ്കിൽ ഞാനിന്ന് മന്ത്രിയാണ്. 2 മണിക്കൂറാണ് ഞാൻ കിടന്നേക്കണത്. ആ എനർജി എൻ്റെ ബോഡിയിലേക്ക് എടുത്തപ്പോൾ അയാൾ റിലാക്സ് ആയി, അയാൾ പോയി. 2 മണിക്കൂർ കൊണ്ട് എൻ്റെ കൂടെ 2 ഭഗവതി ഉണ്ട്. ഇടത് ഭാഗത്ത് കാളിയും വലത് ഭാഗത്ത് ബാലയും, അങ്ങനെയാണ് ഉള്ളത്. പക്ഷേ ഈ ആളെടുത്ത് നിന്ന് എടുക്കണാട്ടി മുമ്പ് തന്നെ ഉണ്ടെങ്കിലും കൂടിയിട്ട്, കാരണം ആദ്യം എൻ്റെ ശരീരത്തിൽ 2 ഭഗവതി ഉണ്ടെന്ന് പറയണത് നമ്മുടെ സുനിൽ പരമേശ്വരനാണ്. അതായത് നമ്മുടെ കാന്തല്ലൂർ സ്വാമികളുണ്ടല്ലോ, സുനിൽ പരമേശ്വരൻ, അദ്ദേഹമാണ് എൻ്റെ ശരീരത്തിൽ. അദ്ദേഹത്തിന് പോലും എന്നെ ഓർമ്മ ഉണ്ടാവില്ല കണ്ടത്. അദ്ദേഹമാണ് പറയണത് നിങ്ങളിൽ 2 ഭഗവതി ഉണ്ട്, ഭദ്രയുണ്ട്, ദുർഗയുണ്ട്, നിങ്ങൾ പോയി ക്ഷേത്രത്തിലിരിക്കൂ എന്ന് പറയണത് പുള്ളിയാണ് 2013. അപ്പോൾ അതെനിക്ക് അറിഞ്ഞിട്ട് തന്നെ ഞാൻ പോയത് പുള്ളിയൊന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് അന്ന് അവിടെ ചലക്കര വന്നപ്പോൾ ഞാൻ കാണാൻ പോയതാണ്. അപ്പോൾ ഈ ആളെ മേലിന്ന് എടുത്തത് കൂടാതെ ഞങ്ങളൊരു ആവാഹനത്തിന് പോയി. അപ്പോൾ ഈ ഭഗവതി പൂർണ്ണമായിട്ട് എൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. ഞാൻ 2 മണിക്കൂർ കിടന്നിട്ട് 2 മണിക്കൂർ ബോധമില്ലാതെ മരിച്ച പോലെ കിടക്കുകയാണോ. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ എനർജി ആയിട്ട് ആ ശരീരം ഇതായത്. നമ്മുടെ ബോഡിയിലേക്ക് ഏത് ഊർജ്ജം എടുത്താലും നമ്മളതായിട്ട് പൊരുത്തപ്പെടണമെങ്കിൽ ചിലപ്പോൾ സമയമെടുക്കും. അതുപോലെ തന്നെ ഒരു ആവാഹനത്തിന് പോയി പാലക്കാട്. അപ്പോൾ ആ പാലക്കാട് ആവാഹനത്തിന് പോയപ്പോൾ അവിടെ ഞാൻ ചവിട്ടിയതും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും ശംഖ് വിളിക്കുന്ന ശബ്ദം കേൾക്കുക 3 മണിയാകുമ്പോൾ, ഉച്ചയ്ക്ക് 3 മണിക്ക്. ഞാൻ അവിടെ എത്തുന്ന സമയം 3 മണിയാണ്. ഇറങ്ങണ സമയം വണ്ടിയിൽ നിന്ന് ഇങ്ങനെ കാല് വെക്കണ സമയം ശംഖ് വിളിക്കുന്ന ശബ്ദം കേൾക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ഇവരുടെ ഈ എന്താ പറയുക കുഴക്കട്ടിലെ ഇതില്ലേ മറ്റേ കംപ്രസർ, അതിൻ്റെ ശബ്ദമാവുമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ അത് ഓഫാക്കി അവർ. അത് ഓഫാക്കിയിട്ട് ഈ ശംഖ് വിളി കേൾക്കുന്നുണ്ട്. ഇവരെല്ലാവരും കേട്ടിട്ടുണ്ട്. ഞാൻ ഇവരോട് ചോദിക്കുന്നുണ്ട് ശംഖ് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് അവരും പറഞ്ഞു. ഈ 3 മണിക്ക് എവിടെ ശംഖ് വിളിക്കുക? കണ്ണാടിയിലാണ്, പാലക്കാട് കണ്ണാടിയിൽ. അപ്പം ഞാൻ നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് 3 പനകൾ മുറിഞ്ഞു കിടക്കുക. വലിയ ഒരു 100-200 വർഷങ്ങൾക്ക് മുൻപുള്ള 3 പനകൾ മുറിഞ്ഞു കിടക്കുകയാണ്. ഞാൻ ചവിട്ടലും ശംഖുവിളിയും ഒപ്പാണ്. അങ്ങനെ ആ വീട്ടിൽ അപ്പോൾ സാധാരണഗതിയിൽ ഈ രാഹു 6 മണിക്കാണ് ഉണ്ടാവുക. ഞായറാഴ്ചകളിൽ രാഹു 6 മണിക്കാണ്. അപ്പോൾ രാഹു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കർമ്മത്തിലേക്ക് ഇരിക്കാറുള്ളൂ. അപ്പോൾ ആ കുട്ടി ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഗൾഫിലായിരിക്കുമ്പോൾ ഒരു ഭയന്നതാണ് ഗർഭിണി ആയിരിക്കുമ്പോൾ. അപ്പോൾ ഒരു നെഗറ്റീവ് എനർജി ആ കുട്ടിയുടെ ബോഡിയിലേക്ക് വന്നതിൻ്റെ കുറച്ച് എഫക്റ്റ് ആ കുട്ടിക്ക് ഉണ്ടായിട്ട് അബ്നോർമൽ സ്റ്റേജിൽ പോയ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ എന്നെക്കുറിച്ച് കേൾക്കണതും ഞാൻ പോയി ആവാഹിക്കണതും. ഞാൻ ഈ കുട്ടീനെ ആവാഹിച്ചെടുത്തോട് കൂടിയിട്ട് ഇവരെല്ലാവരും ഈ സൈഡിലും ഞാനിപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഈ സൈഡിൽ ഞാനിപ്പുറത്തുമാണ്. അപ്പോൾ ഇതിനിങ്ങനെ ആവാഹിച്ചിട്ട് ഞാനിങ്ങനെ നിന്നതും ഞാൻ ഇങ്ങനെ വീഴുന്നത് ആർക്കും പിടിക്കാൻ പറ്റില്ല. ഞാൻ വീഴുകയാണെന്ന് എനിക്കും അറിയുന്നില്ല. കാരണം സാധാരണഗതിയിൽ അങ്ങനെയാണ്, ആവാഹിച്ചെടുത്താൽ ഞാൻ അബോധാവസ്ഥയിലേക്ക് പോകും. കാരണം വന്നിട്ട് ആവാഹിക്കുക ഞാനല്ല, ആ ചൈതന്യം എൻ്റെ ഉള്ള ചൈതന്യമാണ് ആവാഹിക്കുക. പുള്ളിക്കാരി മാറുന്നതോടുകൂടി ഞാൻ ബോധം കിട്ട് വീഴും. സാധാരണ ഇവർ പിടിക്കാറാണ്, എപ്പോഴും ഇവർ ആ ഒരു സേഫായിട്ട് നിൽക്കുക തന്നെ. പക്ഷേ അവിടെ ഇവർക്ക് അത് പറ്റിയില്ല. ഞാനിങ്ങനെ പോണോട് കൂടിയിട്ട് ഒരു കൈ ഇങ്ങനെ അപ്പോൾ വീണത് വലിയ കട്ടള ഉണ്ടല്ലോ, വാതിലിൻ്റെ കട്ടള, ആ കട്ടളമേലേക്കാണ് വീണത്. അപ്പോൾ ഈ ഊക്കിൽ വീണാൽ ഞാൻ തലയിടിച്ച് വീടില്ലേ. പക്ഷേ എൻ്റെ ശരീരം എവിടെയാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല ഞാൻ ഈ കുട്ടീനെ ഒഴിഞ്ഞെടുക്കുമ്പോൾ. പക്ഷെ വീഴുമ്പോൾ എന്നെ വളരെ പതിയെ ഇങ്ങനെ കൊണ്ടുപോയി എൻ്റെ കൈ ഇങ്ങനെ താകി എടുക്കുന്ന ഒരു ഫീല് എനിക്കുണ്ടായി. താങ്ങി എടുത്തിട്ട് ഈ തലയെ അങ്ങനെ പതുക്കെ ആ കട്ടിലയിൽ കൊണ്ടുവയ്ക്കണ ഫീലാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ എല്ലാം ഉണർന്നു കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവരാരും എന്നെ പിടിച്ചില്ലേ എന്ന് ചോദിച്ചു. പക്ഷേ എനിക്ക് പിടിച്ച ഫീലാണ്. അപ്പോൾ ഇവരാരും എന്നെ പിടിച്ചിട്ടില്ല, ഇവർക്ക് ആർക്കും എന്നെ തൊടാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു. കാരണം ഇപ്പുറത്താണ്, ഇവരെല്ലാവരും അപ്പുറത്തല്ലേ, ഈ പെൺകുട്ടി ഇങ്ങനെ കിടക്കുകയാണല്ലോ. അപ്പം ഞാൻ ആരായിരുന്നു എന്നെ പിടിച്ചത് എന്ന് നോക്കുമ്പോൾ അവിടെ ഈ പനയിലിരുന്നിരുന്നു കരിനീലി അമ്മ. ഈ മലബാർ സമ്പ്രദായത്തിലാണ് കരിനീലുള്ളത്. അത് ഒരു പർട്ടിക്കുലർ ഒരു മതവിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആൾക്കാരാണ് അതിന് കൂടുതലും കൊണ്ടു നടക്കുക. ഞാൻ മതം പറയണില്ല, അത് പറഞ്ഞാൽ അതും ഇനി വലിയ വിഷയമാവും. അത് കാരണം കൊണ്ട് മതം ഏതാണെന്ന് ഞാൻ പറയണില്ല. അപ്പോൾ അവരാണ് കൂടുതലും ഈ കരിനീലിയമ്മനെ കൊണ്ടു നടക്കുക.
അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങളുടെ ഈ സ്ഥലത്തിൻ്റെ അങ്ങേയറ്റം ആരുടെ സ്ഥലമാണ്? അവിടെ കരുന്നില്ലേ നമ്മുടെ അമ്പലം ഉണ്ടായിരുന്നില്ലേ ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആലോചിക്കും ഈ സ്ഥലം ആരുടെ നിന്ന് വാങ്ങി, ഈ സ്ഥലത്തിൻ്റെ അങ്ങേയറ്റം എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ശരിയാണ്, അമ്മ പറഞ്ഞത് ശരിയാണ്. ആ കരിനീലിയമ്മ ആ ക്ഷേത്രം അവിടെ പൊളിച്ചപ്പോൾ ഈ പനയിലാണ് ഇരുന്നിരുന്നത്. ഈ പനയാണ് 2:30 മുറിക്കണത്. ഞാൻ ചിലടത്ത് 3 മണിക്കാണ്. ഈ കരിനീലിയമ്മ എൻ്റെ കൂടെ കൂടി. ആ കരിനീലിയമ്മേനെ ഞാൻ ഇന്ന് വീട്ടിൽ കഴിഞ്ഞ 5-7 വർഷമായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങുമ്പോൾ എടുക്കണ ഊർജം ദേവതയാണോ അല്ലെങ്കിൽ പ്രേതമാണോ ബാധയാണോ എന്ന് എനിക്കറിയാൻ പറ്റണതാണ് എൻ്റെ സിദ്ധി. അല്ലെങ്കിൽ ആ സിദ്ധിയായിട്ട്, അല്ലെങ്കിൽ സിദ്ധി ഞാൻ ജപിച്ചുണ്ടാക്കിയ സിദ്ധിയൊന്നുമല്ല, അത് ഭഗവതി എനിക്ക് തന്ന ഒരു അനുഗ്രഹമായിരിക്കാം. അനവധി ടാരോ വായിച്ചു എന്ന് ഞാൻ മോനോട് പറഞ്ഞു നേരത്തെ. അനവധി ടാരോയിൽ പല ആൾക്കാരുടെ ഊർജ്ജമായിട്ട് കണക്റ്റ് ആകുമ്പോൾ ഈ ഊർജ്ജം ഈ ടാരോ നിർത്തിപ്പോണ മോൻ ടാരോ റീഡറാണെന്നുള്ളത് ആണോ എനിക്കറിയില്ല. മോൻ ടാരോ റീഡർ ആണോ എന്നുള്ളത് ഒരു കമൻറ്റിൽ കണ്ടു. പറയണ രാഹുലും ടാരോ റീഡറാണല്ലോ എന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ടാരോ എന്നുള്ളൊരു അതിബൃഹത്തായ പദ്ധതി ജ്യോതിഷത്തിനേക്കാളും ഉപരി മേലെ നിൽക്കണം. കാരണം ജ്യോതിഷത്തിൽ കവിടിയിലും ആൾക്കാർ ഊർജ്ജമല്ല, അവരുടെ രാശിചക്രത്തിലൂടെ അവരുടെ സമയം ആയിട്ടാണ് കണക്കാക്കണത് ഈ ജ്യോതിഷം എന്ന് പറയുന്നത്. പക്ഷെ ടാരോ അതല്ല. ടാരോ ഊർജ്ജമാണ് കണക്റ്റ് ആവുക. അത് മരിച്ച ആളെ ആവാം, ജീവിച്ചിരിക്കുന്ന ആളെ ആവാം. അത് റയർ കേസുകൾ കുറച്ചുണ്ടായി. അതിൽ റയർ കേസിൽ ഒരമ്മ മകളുടെ റീഡിംഗ് ആണ് ബുക്ക് ചെയ്തത്. പക്ഷേ റീഡിങ്ങിന് ഈ മകളുടെ വീട്ടിലിരിക്കുന്നത്, 2ാമത്തെ മകളുടെ വീട്ടിലാണ് ഈ അമ്മ ഇരിക്കുന്നത്. അപ്പോൾ മൂത്ത മകൾക്ക് വേണ്ടിയിട്ട് ആരോ ബുക്ക് ചെയ്തത് ഈ അമ്മയുടെ പേരിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഊർജ്ജം കണക്റ്റ് ആക്കണം നേരത്തെ ചോദിച്ചു, അമ്മ ആർക്ക് വേണ്ടിയിട്ടാണ് റീഡിങ് ചെയ്യണത് എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മോളുടെ പേരിലാണെന്ന് പറഞ്ഞു. മോളെ പേര് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ മോളെ പേര് പറഞ്ഞു തന്നു. പക്ഷേ ഈ നിൽക്കണ വീട് 2ാമത്തെ മോളെ വീട്ടിലാണ്. ഈ 2ാമത്തെ മോളുടെ എനർജിയാണ് ഈ കാർഡിൽ കയറി വന്നത്. കംപ്ലീറ്റ് കാർഡ് റീഡിങ് 2ാമത്തെ മോൾക്കാണ് ഉണ്ടായത്. ഇതൊരു റയർ കേസ് എന്നുള്ളൊരു കേസാണ്. അപ്പോൾ അവരുടെ എനർജി കയറി വന്നില്ല. എടുത്ത എനർജി ഈ അമ്മ എവിടെയാണ് നിൽക്കുന്നത്, ഈ അമ്മയുടെ 2 മക്കളത്ത് ഒരു മകളുടെ 2ാമത്തെ. ഞാൻ പറഞ്ഞു, മോള് കാര്യം പറഞ്ഞു, അമ്മയും കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നില്ലെങ്കിൽ മറ്റൊരു റീഡിങ് എടുക്കാം, അല്ലെങ്കിൽ ഇത് എന്താണെങ്കിൽ നിങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ കയറി വന്ന എനർജി ആരുടെയായിരുന്നു? 2ാമത്തെ മോളുടെ. ഇതേപോലെ പല കേസുകളും ചില ആൾക്കാരായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. നെഗറ്റീവ്. ഞാൻ പൈസ റിട്ടേൺ ഇട്ട് കൊടുത്ത ഒരു 3 കേസ് ഉണ്ടായിട്ടുണ്ട്. അവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടല്ല. ചില ആൾക്കാർക്ക് ഇപ്പോഴും ടാരോ എന്താണെന്ന് അറിയില്ല. അവർ വിചാരം ടാരോ ഇങ്ങോട്ട് നിർത്തി വെച്ചാൽ ഉടനടി പറയും എൻ്റെ കുടുംബപരമായിട്ട് എല്ലാ കാര്യം നോക്കണം പറയും. അപ്പോൾ ഒരാളുടെ വ്യക്തിയുടെ കുടുംബപരമായിട്ട് നമുക്ക് നോക്കാൻ പറ്റും അയാളുടെ അവസ്ഥ ഇപ്പോഴത്തെ. കാരണം ടാരോ എന്നുള്ളത് ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് പറഞ്ഞു കൊടുക്കുക. ഈ സിറ്റുവേഷനിൽ എന്ത് ഗൈഡൻസ് ആണ് നമ്മൾ വേണ്ട അടുത്ത സ്റ്റെപ്പ് എന്നാണ് നമ്മൾ പിന്നീട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർ അതുവരെയുള്ള സിറ്റുവേഷനിൽ കൂടെ അവരെ കൊണ്ടുപോയാൽ അത് അവർക്ക് അറിയേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ എനിക്കറിയില്ലല്ലോ അവരെന്താണെന്നുള്ളത്. എനിക്ക് ടാരോ നോക്കുമ്പോഴല്ലേ അറിയണുള്ളൂ. അത് അവർക്കറിയായിരിക്കും, അവരുടെ സിറ്റുവേഷൻ ഇതാണെന്നുള്ളത് അവർക്കറിയായിരിക്കും. പക്ഷേ എനിക്കറിയണത് ഞാൻ ആ ടാരോ നോക്കുമ്പോഴല്ലേ. അപ്പോൾ അവർ പറയുന്നത് എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ്, പക്ഷേ എനിക്കറിയില്ലല്ലോ. ആ എനിക്കറിയാത്ത കാര്യത്തിന് ഗൈഡൻസ് കൊടുക്കുമ്പോഴാണ് ടാരോ അവിടെ പൂർത്തീകരിക്കുന്നത്. ഇതറിയാത്ത ഒരുപാട് പേര് ടാരോ വായിക്കാൻ വരും. ഇവർ കാർഡിൻ്റെ എടുത്ത് വെച്ചാൽ പറയാം, എൻ്റെ ഭർത്താവിൻ്റെ നോക്കണം, എൻ്റെ മകൻ്റെ നോക്കണം, എൻ്റെ മോളെ നോക്കണം, എൻ്റെ ഫാമിലി മൊത്തം നോക്കണം, എൻ്റെ റിലേഷൻഷിപ്പ് നോക്കണം. അപ്പം ഞാൻ പറയണ കാര്യം എന്താണെങ്കിൽ, ഒരാളെ എനർജി കാർഡിലേക്ക് എടുത്താൽ അയാളെ മാത്രമേ വരുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യുക. ഒരാളെ എനർജി കറക്റ്റായിട്ട് നമുക്ക് ആ കാർഡിലേക്ക് കിട്ടും. ചില ആൾക്കാർ വിചാരം ഇതേ ഉള്ളൂ എന്ന് ചോദിക്കും. 30 മിനിറ്റാണ് ഞാനൊരാൾക്ക് കൺസൾട്ടിങ് വെച്ചേക്കണത്. നമ്മളുടെ നോർത്തിൽ ഒരു കൺസൾട്ടിങ്ങിന് 15,000 രൂപയാണ് ടാരോ. നമ്മുടെ ഇവിടെയാണ് ഇതൊന്നും അറിയില്ല. വാങ്ങണവരുണ്ട്. വേണമെങ്കിൽ എനിക്കും അത് വാങ്ങാം. കാരണം എന്താ വെച്ചാൽ എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ മോനോട്, എൻ്റെ വീട് ടാർപ്പായം മേഞ്ഞിട്ടാണ്. സത്യമാണ്, വെറുതെ പറയണതല്ല. ഈ ടാർപ്പായം മേഞ്ഞ വീട് എനിക്ക് വേണമെങ്കിൽ വലിയ ബംഗ്ലാവാക്കാം ഞാൻ ആൾക്കാരെ പിഴിയാണെങ്കിൽ. പക്ഷെ നമുക്കതിന് താല്പര്യമില്ല. കാരണം എന്താണെങ്കിൽ ഇത് കർമ്മയാണ്. മറ്റൊരാളെ കർമ്മയിൽ ഞാൻ ഇടപെട്ടിട്ട് നടക്കുമ്പോൾ ആ പൈസയ്ക്കും കൂടി കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പൈസയിൽ നിന്ന് നമ്മൾ ചില ക്ഷേത്രങ്ങളൊക്കെ പോയി ഞാൻ അന്നദാനത്തിന് കൊടുക്കുക. ഞാൻ ഭണ്ഡാര സമർപ്പണം ചെയ്യില്ല, ഞാൻ അന്നദാനത്തിന് പോയി പൈസ കൊടുക്കുക. ഒരു 5 കിലോ 10 കിലോ അരി വാങ്ങിയിട്ട് അന്നദാനത്തിന് കൊടുക്കുക. അതിൽ വലിയ പുണ്യം വേറെ ഒന്നുമില്ല. ഒരു നേരത്തെ ഒരു ആഹാരം ഒരാൾക്ക് കൊടുക്കുക, അല്ലാതെ കുറേ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയിട്ടിട്ട് അത് കൊണ്ടുപോയിട്ട് ചെയ്യുക. ഞാൻ ഒരു ക്ഷേത്രത്തിൽ ഒരു സാധനവും സമർപ്പിക്കാറ്. പക്ഷെ അന്നദാനത്തിന് ഞാൻ പറ്റണ പോലെയൊക്കെ ഏത് ക്ഷേത്രത്തിൽ പോലും കൊടുക്കും. അപ്പോൾ ഈ വാങ്ങണ പൈസയ്ക്ക് അവർക്ക് അതൊരു വലിയ മൂല്യം ഉണ്ടാവും. പക്ഷേ ഇല്ലാത്ത പൈസ. പിന്നെ അതല്ല, ഒരു പർട്ടിക്കുലർ ആൾക്കാർ നമ്മളൊരു 500 രൂപയോ 300 രൂപ വെച്ചാൽ എല്ലാവരും കയറി വരാൻ തുടങ്ങും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെയാവും. അതുകൊണ്ട് ഞാൻ ഒരു നിശ്ചിത 1000 രൂപ എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ ടാരോ റീഡർ എന്നുള്ള രീതിയിൽ എനിക്കത് വലിയ എമൗണ്ടാണെന്ന് തോന്നുന്നില്ല. കാരണം ടാരോ ഞാൻ പഠിച്ചേക്കുന്നത് റിസർച്ച് രീതിയിലൂടെ. മാസ്റ്റർ അടുത്ത് 3 മാസം പഠിച്ചുള്ളെങ്കിലും ടാരോ ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് റിസർച്ച് ചെയ്ത കാരണം കൊണ്ടാണ് എനിക്ക് കാർഡ് ഉണ്ടാക്കാൻ പറ്റിയത്.
ടാരോ കാർഡ് ഉണ്ടാക്കാൻ പറ്റിയത്. അത് കൂടാണ്ട് പുതിയൊരു കാർഡ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മിക്തിക് എന്നുള്ള രുദ്രതീർത്ഥം എന്നുള്ള രീതിയിൽ പുതിയൊരു കാർഡ് ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പം ആ കാർഡ് ഉണ്ടാക്കണത് ജീവിതം എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക് ടാരോ പഠിപ്പിക്കാനും പറ്റില്ല, ടാരോ വായിക്കാനും പറ്റില്ല. ജീവിതം എന്താണെന്ന് അറിയാത്ത ആൾക്ക് ടാരോ പഠിപ്പിക്കാൻ പറ്റില്ല, പഠിപ്പിക്കാനും പറ്റില്ല, റീഡ് ചെയ്യാനും പറ്റില്ല. ജീവിതം എന്താണെന്ന് അറിയണം. ഞാൻ ജീവിതം എന്താണെന്ന് അറിഞ്ഞൊരു വ്യക്തിയാണ്. എന്നെ ഈ കാണുന്ന ഞാനൊന്നല്ല യഥാർത്ഥ ഞാൻ പറഞ്ഞല്ലോ കുറേ കാര്യങ്ങൾ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചേക്കണമെന്ന്. ഒരു ജീവിതത്തിൽ കൂടെ എങ്ങനെയൊക്കെയാണ് ഇന്ന് ഞാൻ ഈ സ്റ്റേജിൽ ഇത്രയും ബോൾഡായിട്ട് ഇരിക്കാൻ പറ്റിയെന്നുള്ളത് എൻ്റെ ജീവിതാനുഭവങ്ങളാണ്. ആ ജീവിതാനുഭവങ്ങൾ വിചാരിച്ച പോലെ ഒന്നല്ല അങ്ങേ അറ്റം വരെ പോയിട്ട് ഞാൻ എന്ന വ്യക്തി എന്താവണമെന്ന് എന്തായി തീരണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ പ്രപഞ്ചമായിരിക്കാം. വിശ്വസിക്കണുണ്ടോ? ഞാൻ അസൽ കമ്മ്യൂണിസ്റ്റുകാരത്തിയായിരുന്നു. കമ്മ്യൂണിസ്റ്റിലെ മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി ആയിരുന്നു. ആ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിട്ട് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആൾക്കാരെ സമൂഹത്തിന് അതം പതിച്ച് കിടക്കണ സമൂഹത്തിനെ ഉദ്ധരിക്കണം എന്നുള്ള ചിന്തയാണ് അപ്പോൾ ഉള്ളത്. എൻ്റെ മക്കളെ പോലും നേരെ നോക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു നാട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ വെള്ളമില്ല, വെളിച്ചമില്ല, വഴിയില്ല. ഒരു 25 വീടുണ്ട് ആ പ്രദേശത്ത്. അവിടേക്ക് ഒരു അനുകൂലമില്ല. അനുകൂലത്തിന് വേണ്ടിയിട്ട് ഞാൻ ഫൈറ്റാണ് പഞ്ചായത്തിനായിട്ട്. പക്ഷേ എന്നെ എല്ലാവർക്കും നല്ല റെസ്പെക്റ്റ് ആയിരുന്നു കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. എന്നോട് എല്ലാവർക്കും നല്ല അതിലും കവിഞ്ഞ റെസ്പെക്റ്റ് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ഭാഗത്ത് ഒരു പുരോഗമനം വരണം എന്ന് വിചാരിച്ചിട്ട് എല്ലാ വീടുകളും കയറി ഇറങ്ങിയിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് എല്ലാവരെയും, അതായത് ഒരു പൈപ്പ് കണക്ഷൻ വരാൻ വേണ്ടിയിട്ട് അതായത് 2000 കാലഘട്ടത്തിൽ പൈപ്പ് കണക്ഷൻ വരാൻ വേണ്ടി എല്ലാ വീട്ടിലും കയറി ഇറങ്ങിയിട്ട് ഇവിടെ ഒപ്പ് ശേഖരിച്ചു. അന്നത്തെ മിനിസ്റ്റർ അവിടെ രാധാകൃഷ്ണനാണ്, കെ രാധാകൃഷ്ണൻ, ഇന്നത്തെ MP. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ കൊണ്ട് സമർപ്പിക്കുമ്പോൾ വിഷു 1-ാം തീയതിയാണ്. പുള്ളി വാതിൽ തുറന്ന കണ്ടത് തന്നെയാണ്. ഞാൻ പറഞ്ഞു അദ്ദേഹം എൻ്റെ ചെറിയച്ഛൻ്റെ കൂട്ടുകാരൻ കൂടിയാണ്. പുള്ളിക്ക് അത് ഓർമ്മയൊന്നുമില്ല. പക്ഷേ എൻ്റെ ചെറിയച്ഛൻ അറ്റാക്കായിട്ട് മരിച്ചു. അപ്പോൾ എൻ്റെ ചെറിയച്ഛൻ്റെ കൂട്ടുകാരൻ എന്നുള്ള സ്വാതന്ത്ര്യമൊന്നും ഞാൻ എടുത്തിട്ടല്ല. ഒരു എന്താ പറയുക, നമ്മുടെ ജനപ്രതിനിധി എന്നുള്ള സ്വാതന്ത്ര്യത്തിൽ എടുത്തിട്ട് ഞാൻ പോയി, സാറേ ഞങ്ങൾക്ക് വെള്ളമില്ല, അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ആ നാട്ടിൽ വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരു ഇത് ചെയ്യണം. അപ്പോൾ എന്നോട് പറഞ്ഞു അടുത്ത ഒരു വർഷമാകുമ്പോഴത്തേനും ഞാൻ ചെയ്യാം, ഫണ്ട് വരട്ടെ എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് ആൾ പറഞ്ഞ പോലെ ഞാനിത് ജില്ലാ പഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും വാട്ടർ അതോറിറ്റിക്ക് എല്ലാം കൊടുത്തതിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൊടുത്തു നോക്കുമ്പോൾ ഞാനപ്പോൾ CPI അല്ലെങ്കിൽ പാർട്ടിയുടെ ഘടക പാർട്ടിയായ CPIയിലാണുള്ളത്. ഇവർക്കൊരു പ്രശ്നം എന്താണെങ്കിൽ അറിയാലോ, കമ്മ്യൂണിസ്റ്റിന് കുറേ പ്രശ്നങ്ങളുണ്ട്. അവരുടെ ഇതിൽ നിന്ന് വളരുന്ന ആൾക്കാരെ മാത്രം അവർ വളർത്തില്ല, തിരക്ക് അവർ തളർത്തും. എന്നെ കൊണ്ടുപോയിട്ട് ഇവർ ADS സെക്രട്ടറിയാണ്. ഞാൻ അന്നത്തെ കാലത്ത് ADS സെക്രട്ടറിയാണ്. CDS മെമ്പർ അവന് ഇവർ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം സമ്മതിക്കാത്തത് ഇവിടെ പാർട്ടി പ്രശ്നം തന്നെയാണ്, പാർട്ടി വിഭാഗീയത അല്ലേ. അപ്പോൾ ADS സെക്രട്ടറി ആണ് എല്ലാ വാർഡിലും CDS മെമ്പർ ആണെങ്കിൽ ഞങ്ങളുടെ വാർഡിൽ മാത്രം വേറൊരു മെമ്പറാണ് CDS മെമ്പർ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് ആ പാർട്ടിയിൽ നിൽക്കണമെങ്കിൽ ഞാനിന്ന് മന്ത്രിയാണ്, ആ പൊസിഷനിലെത്തിയ വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഇതൊക്കെ വന്നതോട് കൂടിയിട്ട് അത് അവരുടേതാക്കി മാറ്റി. ഞാൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഇത് അത് അവരുടേതാക്കി മാറ്റി. പിന്നെ റോഡ് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് സ്ത്രീകളെല്ലാം കൂടിയിട്ട് മീറ്റിംഗ് കൂടി ഇവരുടെ വീട്ടിലേക്ക് പോകാൻ, ആ റോഡിൻ്റെ ഓണറെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി അതായപ്പോൾ പുരുഷന്മാർക്കൊക്കെ ഒരു ഇത്, ഈ പെണ്ണുങ്ങളെല്ലാം കൂടിയിട്ട് പോകുമ്പോൾ ഇവർക്കെല്ലാം നാണക്കേടല്ലേ. അപ്പം എൻ്റെ ഈ കമ്മിറ്റി കൂടി ഇതിൻ്റെ എല്ലാം കൂടി വാങ്ങിയിട്ട് പിന്നെ എല്ലാവരും കൂടി പൈസ എടുത്തിട്ട് റോഡിൻ്റെ ഒരു ഇതായി വെള്ളം പിന്നെ വെളിച്ചമാണ്.